എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂജൻ പിള്ളേരുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. സംഭവം പുള്ളിക്കാരൻ വന്നപ്പോൾ തൊട്ട് അഴിച്ചുപണിയൊക്കെ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ അഴിച്ചുപണി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അഴിച്ചുപണിയാണ്. ഇത് കാണുന്ന ആളുകളൊക്കെ എന്നെ വന്ന് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. ഞാൻ എന്റെ ചാനലിലൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പൊ അതിന് ആര് നമ്മുടെ വായ പൊത്തിപ്പിടിക്കാൻ വന്നു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. സംഭവം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞു അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ കുറയ്ക്കും എന്നുള്ള കാര്യം. ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ആഡംബരങ്ങളൊക്കെ കുറച്ച് വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം ഭരണം കാഴ്ചവെക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ സർക്കാർ ഒരുപാട് കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കടം ഇങ്ങനെ കിടക്കുമ്പോൾ പുതിയതായിട്ട് ഫണ്ട് വന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ കയ്യിൽ എത്ര വന്നു കഴിഞ്ഞാലും കയ്യിൽ നിൽക്കാതെ ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. കടം ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി വരുത്തി വെച്ചിരിക്കുന്ന കടമെന്ന് പറഞ്ഞാൽ 5, 10, 500, 600 രൂപയുടെ കടമൊന്നും അല്ല. അത് കോടികളാണ് കടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ചിലവൊക്കെ ചുരുക്കി ആഡംബരപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെ ആക്കി എടുക്കും എന്നൊക്കെയുള്ള കാര്യത്തിലായിരുന്നു നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിലുള്ള മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ പുതുക്കി പണിയുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 4 കോടിയുടെ അടുത്ത് രൂപ ഇപ്പൊ എടുത്തിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് അറിയുന്നത്. 4 കോടി രൂപ. ശരിക്കും അതൊരു ആഡംബരമല്ലേ? സംശയം എന്താണ്? ആഡംബരം തന്നെയാണ്. അപ്പോൾ അതിൽ ഏത് അടിമകൾ വന്നിട്ട് കമന്റ് ഇട്ട് തെറി വിളിക്കാൻ വന്നു കഴിഞ്ഞാലും ഇത് ആഡംബരം തന്നെയാണ്. ശരിക്കും ഈ ഭവനങ്ങളൊന്നും പൂട്ടിയിട്ടിരുന്നതല്ല എന്ന് ഓർക്കണം. ഇത്രയും നാളും ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് പൂട്ടിയിട്ടിരുന്ന കെട്ടിടങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ഇപ്പോഴത്തെ LDF ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ തന്നെയല്ലേ. അതിൽ പുതുക്കി പണിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കാശ് എന്തിനാണ് ചെലവാക്കുന്നത്? അതൊരു ധാരാളിത്തരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ അതേക്കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാനിവിടെ വെക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. മന്ത്രിമന്ദിരങ്ങൾ അറ്റകുറ്റപ്പണിക്ക് 3.95 കോടി. വളരെ വിചിത്രമായ ഒരു തലക്കെട്ടാണിത്. മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് എന്നാണ് 4 കോടി എന്ന്. എന്തുകൊണ്ടാണ് വാർത്ത കൊടുത്ത പത്രങ്ങൾ ഇതിന് മോടി പിടിപ്പിക്കൽ എന്ന് പറയുന്നില്ല? സഖാക്കൾ അതാണ് ചോദിക്കുന്നത്. വാർത്ത ഇങ്ങനെ പറയുന്നു: മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയുടെ വാർഷിക അറ്റകുറ്റപ്പണിക്ക് 3.95 കോടിയുടെ ഭരണാനുമതി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണിക്ക് 1.35 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും വൻതുക ചെലവഴിച്ചുള്ള നിർമ്മാണം വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തതോടെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ്. ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് മോടിയാക്കുന്നത് മൻമോഹൻ ബംഗ്ലാവാണ്. 81.06 ലക്ഷം. മറ്റു വസ്തുക്കളും ചെലവഴിക്കുന്ന തുകയും: നെസ്റ്റ് 40,67,000, ഉഷസ് 40,03,000, പെരിയാർ 31,26,000, പൗർണമി 40,81,000, പമ്പ 31,43,000, കവടിയാർ ഹൗസ് 40,06,000, ഗംഗ 31,53,000, അജന്ത 58,74,000. ഇത് ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പുതിയ മന്ത്രിമാർ ആഡംബരമില്ല ലാളിത്യമാണ് എന്ന് പറഞ്ഞ് ചുമതലയേൽക്കുമ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് കയറാൻ പോകുന്ന വീട് അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള ചെലവാണിത്. 80 ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക്. ക്ലിഫ് ഹൗസിന് 1,30,00,000 രൂപ. ഏറ്റവും കുറഞ്ഞത് 31 ലക്ഷം രൂപയാണ്. ഈ വാർത്ത കേട്ടാൽ നമ്മൾ ഓർക്കും ആൾതാമസമില്ലാതെ വർഷങ്ങളായി അടഞ്ഞു കിടന്ന വീടാണെന്ന്. അല്ല, ഈ വീടുകളിൽ തന്നെയായിരുന്നു നമ്മുടെ മന്ത്രിമാർ താമസിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രിമാർ സുഖമായി താമസിച്ചിരുന്ന, അതിനുവേണ്ടി കോടികൾ മുടക്കി പലപ്പോഴും മെയിൻ്റനൻസ് ചെയ്തിരുന്ന, മോടി പിടിപ്പിച്ചിരുന്ന അതേ വീട്ടിൽ അവരതിൽ ഒന്നും ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല. അതേ വീടുകളിൽ താമസിക്കാൻ കുറഞ്ഞത് 30 ലക്ഷം രൂപ വീതം മുടക്കുന്നത് ധൂർത്തല്ലേ? ഇത് ധൂർത്തല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇത് ധൂർത്തല്ലെങ്കിൽ പിണറായി മന്ത്രിമാരും ധൂർത്ത് നടത്തി എന്ന് എങ്ങനെ ആരോപിക്കാൻ കഴിയും? അപ്പൊ ആ ഒരു വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ഈ ഒരു സംഭവം കേട്ടപ്പോ, അതായത് ഇത്രയധികം കാശ് ചെലവാക്കി ഇതിങ്ങനെ പുതുക്കി പണിഞ്ഞ് ഇങ്ങനെ നിലനിർത്തുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ പകുതി പൈസ പോലും ആവില്ലല്ലോ. എല്ലാവർക്കും കൂടി ക്ലിഫ് ഹൗസിനോട് ചേർന്ന് ഓരോരുത്തർക്കും സെപ്പറേറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാൽ പോരെ? നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു വീട് വെച്ചാൽ പോലും ഇത്രയധികം കാശാവില്ലല്ലോ. ശരിക്കും വല്ലാത്ത, എന്താ പറയേണ്ടത്, ജനങ്ങളുടെ പൈസയല്ലേ ഇങ്ങനെ നശിപ്പിക്കുന്നത്. 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഇരുന്ന് കട്ടുമുടിച്ചും ദുർഭരണം നടത്തിയും നാട് നശിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സത്യം പറയുകയാണെങ്കിൽ പിണറായി സർക്കാരിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ജയിപ്പിച്ചത്. പക്ഷെ നിങ്ങൾ കയറിയ ഉടനെ കാണിച്ചു കൂട്ടുന്നത് ഇത്തരത്തിലുള്ള വൃത്തികേടുകളല്ലേ. ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അനാവശ്യമായിട്ടുള്ള ചെലവുകളാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, 4 കോടി രൂപ 9 പേരുടെ ഔദ്യോഗിക ഭവനങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അതെന്താ നശിച്ചു കിടക്കുകയാണോ? മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു വല്ലാത്ത അധിക ചെലവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വനിതകൾക്ക് ബസ് യാത്രയുടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് KSRTC ബസ്സുകൾക്ക് വനിതകൾക്ക് സൗജന്യ യാത്ര തീർത്ഥാടനത്തിനോ എവിടെ വേണമെങ്കിലും അവറ്റകൾക്ക് പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
സംശയമുണ്ടോ? സംശയമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്ക്. ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. ഇപ്പൊ പിടികിട്ടിയോ? പക്ഷേ ഇപ്പൊ പറയുന്നത് എന്താണ്? ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. ഓർഡിനറി ബസ്സിൽ മാത്രം ഇത് നടപ്പാക്കിയാൽ 57 കോടിയുടെ നഷ്ടം മാസത്തിൽ, കൂടാതെ സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകൾക്ക് 65 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവുക. ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പിലാക്കിയാൽ 90 കോടിയുടെ നഷ്ടമുണ്ടാകും. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 12 കോടി. സുഹൃത്തുക്കളെ, 112 കോടി ഒറ്റ മാസം നഷ്ടം. 2 രൂപ 3 രൂപ അല്ല സുഹൃത്തുക്കളെ, 112 കോടി രൂപ. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. അതായത് ആ ഒരു പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിബന്ധനകൾ ഉണ്ടാവും. പിങ്ക് കളറിലുള്ള ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടാവും. ആ ഒരു ബസ്സിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള യാത്ര അനുവദനീയമായിട്ടുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. ശരിക്കും അത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. ഒരു പോസ്റ്റ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സ്ത്രീകളുടെ വോട്ടൊക്കെ നല്ല അന്തസ്സായിട്ട് അങ്ങ് നേടി, അല്ലേ? അന്തസ്സായിട്ട് സ്ത്രീകളുടെ വോട്ട് നേടി. ഈ ഒരു ബസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് എവിടെ വേണേലും പോവാന്നല്ലേ പറഞ്ഞത്? തീർത്ഥാടനത്തിന് പോണോ? പോവാം. നിങ്ങൾക്ക് വേറെ ഔദ്യോഗികപരമായിട്ട് പോണോ? പോവാം. വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാൻ പോണോ? പോവാം. എന്തിനു വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം. പൈസയെ കൊടുക്കണ്ട. പിന്നെന്താ, ഏതൊരു സ്ത്രീയും വോട്ട് കൊടുക്കില്ലേ? പ്രത്യേകിച്ചും നമ്മുടെ പിണറായി സർക്കാരിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി അരയും തലയും മുറുക്കിയിരിക്കുന്നവര് തീർച്ചയായും കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട വോട്ട് എങ്ങനെ പോയേനെ? ഇത് ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി ഇറക്കിയില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഈ വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയേനെ. BJPക്കും പോയാനെ, കോൺഗ്രസിനും പോയാനെ. ഇങ്ങനെ 2 രീതിയിൽ പോയേനെ. അപ്പൊ അങ്ങനെ പോവാഞ്ഞതിന് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, ഈ ബസ് യാത്ര ഫ്രീ ആക്കാം എന്ന് പറഞ്ഞത് മാത്രമല്ല, പെൻഷൻ 3000ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കാനുള്ള ആ ഒരു പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടും കൂടി തന്നെയാണ് ഇവർക്ക് തന്നെ എല്ലാവരും വോട്ട് കൊടുത്തത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണമല്ലോ. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ ഡോക്ടർ റോബിൻ ആയാലും, അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരായാലും, പിന്നീട് നമ്മുടെ ചക്കയാണ് താമര, താമരയാണ് ചക്ക എന്ന് പറഞ്ഞ ഒരു കക്ഷി ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പെണ്ണുമ്പിള്ളയായാലും ജനങ്ങളെ ഒരുപാട് വെറുപ്പിച്ചു. അങ്ങനെ ജനങ്ങളെ വെറുപ്പിച്ചത് കൊണ്ടുകൂടിയാണ് അവരാരും ജയിക്കാതെ മഞ്ച് തിന്ന അവസ്ഥയിലേക്ക് പോയത്. അതുകൊണ്ട് അപ്പൊ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും KSRTC ബസ്സിൽ എവിടെയെങ്കിലുമൊക്കെ പോവാന്നൊക്കെ കച്ചകെട്ടിയിരുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ പലരും കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, തമിഴ്നാട്ടിലായാലും അതുപോലെ കർണാടകയിലോ എവിടെയൊക്കെ ഇതുപോലെ സ്ത്രീകൾക്ക് ബസ് സൗജന്യ യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നില്ലേ, പിന്നെ ഇവിടെ എന്തുകൊണ്ടെന്ന്. അവിടുത്തെ അവസ്ഥയല്ല കേരളത്തിലുള്ള ആളുകളൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരും ജോലിയൊക്കെ ഉള്ള ആളുകളാണ്. അവർ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. പൊതുവേ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ KSRTC കടത്തിലാണ്, കടക്കിണിയിലാണ്, പെട്ടുകിടക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. പിന്നെ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തൊക്കെ അഴിമതി കാണിച്ചു, എന്തൊക്കെ കട്ടുമുടിച്ച് തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നേരത്തെയുള്ള നമ്മുടെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ഗണേഷ് കുമാർ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത്യാവശ്യം ബസ്സുകളെയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലൊന്നും KSRTC സ്റ്റാൻഡുകൾ കണ്ട പട്ടി പോലും വെള്ളം കുടിക്കൂലെങ്കിൽ പോലും ബസ്സുകളൊക്കെ അത്യാവശ്യം കൊള്ളാം എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം ഞാൻ കൂടുതലും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ സൗകര്യങ്ങൾ ബസ്സിൽ ഇദ്ദേഹം കൊണ്ടുവരുമായിരിക്കും. എന്തായാലും സൗജന്യ യാത്രയായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ സ്ത്രീകൾക്കെല്ലാം ഇപ്പൊ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി മഞ്ച് തന്ന അവസ്ഥയായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ മഞ്ച് തിന്നുകൊണ്ട് ഒരിടത്തിരുന്നു എന്നാണ് പറയാനായിട്ടുള്ളത്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പൊ ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറയുന്നിടത്ത് ഓടി കയറി പോകുന്നതിന് മുമ്പ് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കൂടി ആലോചിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.